Good morning, students. The topic related to LPP or closely related to LPP, the next concept, unbounded solution. We are faced with a problem which have unbounded solution. There is no optical solution or optimal solution. Right now, growing the values of variables. The objective function value also grows and does not violate any registration. Unbounded solution എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ കഴിഞ്ഞ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ അൺബൗണ്ടഡ് സൊല്യൂഷനും ഇൻഫീസിബിൾ സൊല്യൂഷനും പഠിച്ചില്ലേ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. വി ആർ ഫേസ് ടു ഫേസ് വിത്ത് എ പ്രോബ്ലം വിച്ച് ഹാവ് ആൻ അൺബൗണ്ടഡ് സൊല്യൂഷൻ. നമ്മളെല്ലാവരും അൺബൗണ്ടഡ് സൊല്യൂഷനിൽ പലപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ദർ ഈസ് നോ ഒപ്റ്റിമൽ സൊല്യൂഷൻ. അപ്പോൾ പെട്ടെന്ന് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. ആ സമയത്ത് റൈറ്റ് നൗ ഗ്രോയിങ് ദ വാല്യൂസ് ഓഫ് വേരിയബിൾസ്, ആ വേരിയബിൾസിൻ്റെ വാല്യൂസ് അതുപോലെ അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൾസോ ഗ്രോസ് ആൻഡ് ഡസ് നോട്ട് വയലേറ്റ് എനി റെസ്ട്രിക്ഷൻ ഒന്നും വയലേറ്റ് ചെയ്യാതെ തന്നെ നമുക്കതിൻ്റെ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസും അതിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻസും ഒന്ന് കൃത്യമായി കിട്ടാത്ത സമയത്ത് നമുക്ക് പോസിബിൾ ആവും എങ്ങനെ നമുക്ക് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ കൺസെപ്റ്റിനെയാണ് അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. മറ്റൊരു കൺസെപ്റ്റാണ്, ഒരു ടേംസാണ് ഇൻഫീസിബിൾ സൊല്യൂഷൻ. നമുക്ക് എപ്പോഴും ഫീസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ അല്ലേ കിട്ടലേ. അപ്പോൾ ഇൻഫീസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇഫ് ആൻ ആർട്ടിഫിഷ്യൽ വേരിയബിൾ അപ്പിയേഴ്സ് ഇൻ ദ ഫൈനൽ സൊല്യൂഷൻ വിത്ത് എ പോസിറ്റീവ് വാല്യൂ, ദാറ്റ് മീൻസ് ദാറ്റ് ദ പ്രോബ്ലം ഡസ് നോട്ട് എനി ഫീസിബിൾ സൊല്യൂഷൻ. നമ്മളൊരു ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് അപ്പിയർ ചെയ്യുമ്പോൾ ഒരു ഫൈനൽ സൊല്യൂഷനിൽ നമ്മൾ പോസിറ്റീവ് വാല്യൂ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പ്രോബ്ലം ഡസ് നോട്ട് എനി ഫീസിബിൾ സൊല്യൂഷൻ, അതിൻ്റെ അകത്ത് നമുക്ക് പ്രോബ്ലത്തിന് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടാത്ത ചില കേസുകൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഇൻഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അൺബൗണ്ടഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫീസിബിൾ സൊല്യൂഷൻ LPPയിൽ ഉണ്ടാവാറുണ്ട്, സിംപ്ലക്സ് മെത്തേഡിലും സാധാരണ ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് ആ ഒരു രീതിയിലുള്ള പ്രോബ്ലംസ് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, മാക്സിമൈസ് Z ഈസ് ഈക്വൽ ടു 10x1 plus 15x2 subject to 2x1 plus x2 less than or equal to 40, 4x1 minus x2 less than or equal to 20, x1 greater than equal to 30, x1, x2 greater than equal to 0. Use simple or simplex method to verify whether the above problem has no feasible solution. Feasible solution ഇല്ലാത്ത രീതിയിലുള്ള സിംപ്ലക്സ് മെത്തേഡ് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നോ ഫീസിബിൾ സൊല്യൂഷൻ ആയിട്ടുള്ള ഈ പ്രോബ്ലത്തെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? സോ മാക്സിമൈസ് Z ഈസ് ഈക്വൽ ടു 10x1 plus 15x2. മാക്സിമൈസ് Z 10x1 plus 15x2 ആണ് ഒബ്ജക്റ്റീവ്. കൺസ്ട്രെയിൻസുകൾ 2x1 plus x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 40. സെക്കൻഡ് കൺസ്ട്രെയിൻസ് 4x1 minus x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 20. Third constraint, x1 greater than equal to 30. x1, x2 greater than is equal to 0. നമ്മളോട് ഫീസിബിൾ സൊല്യൂഷൻ അല്ലാത്ത നോ ഫീസിബിൾ സൊല്യൂഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫീസിബിൾ സൊല്യൂഷൻ ആയിട്ടുള്ള സിംപ്ലക്സ് മെത്തേഡ് വെരിഫൈ ഇൻഫീസിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യാൻ പറയാം. സിമ്പിളാണ്. നേരത്തെ ഒന്നുമില്ല, ആദ്യത്തെ പ്രൈമറി സ്റ്റെപ്പ് മാത്രമേ നമുക്ക് നോക്കണ്ടുള്ളൂ, പിന്നെ അവസാനം ബാക്കിയൊക്കെ നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ തന്നെ. അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പറയാം. So convert the equality, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ convert the constraints into an equality, add slack, surplus and additional variable. കാരണം ഒന്ന് ഗ്രേറ്റർ ദാൻ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ ആർട്ടിഫിഷ്യൽ വേരിയബിളും സർപ്ലസ് വേരിയബിളും വേണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ സ്ലാക്ക് വേരിയബിൾ വേണം. അതുകൊണ്ട് നമ്മളെ കൺസ്ട്രെയിൻസിനെ ഈക്വാലിറ്റി ആക്കിയിട്ട് സ്ലാക്ക് വേരിയബിൾസും സർപ്ലസ് വേരിയബിളും ആർട്ടിഫിഷ്യൽ വേരിയബിളും ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ കൺസ്ട്രെയിൻസ് മാറ്റും. ഫസ്റ്റ് കൺസ്ട്രെയിൻസ് 2x1 plus x2 plus s1 ഈസ് ഈക്വൽ ടു 40. കാരണം അവിടെ സ്ലാക്ക് വേരിയബിൾസ് ആണ്, s1 ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. സെക്കൻഡ് കൺസ്ട്രെയിൻസ് 4x1 minus x2 plus s2 ഈസ് ഈക്വൽ ടു 20. അവിടെയും സ്ലാക്ക് വേരിയബിൾ ആണ്, കാരണം ലെസ് ദാൻ ഈസ് ഈക്വൽ ടു ആണ്. മൂന്നാമത്തെ കൺസ്ട്രെയിൻസ് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 ആണ്. അപ്പോൾ അത് നമ്മൾ x1ഉം x2 ആഡ് ചെയ്യണം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ടീച്ചർ പറഞ്ഞില്ലേ, x1ൻ്റെ കൂടെ കൺസ്ട്രെയിൻസ് ചെയ്യുമ്പോൾ x2 കൂടി ആക്കുക, x2ന് 0 വാല്യൂ കൊടുത്താൽ മതി. സോ x1 plus 0x2 x1 plus 0x2 minus s3 plus a1 ഈസ് ഈക്വൽ ടു 30. കാരണം
മൈനസ് S3 പറയുന്നത് അവിടെ സർപ്ലസ് വേരിയബിൾ ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് -S3 എന്ന് എഴുതണം. കാരണം S1 S2 ഓൾറെഡി എഴുതിയല്ലോ. A1 എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ വേരിയബിളും വേണം. ഈസ് ഈക്വൽ ടു 30. അപ്പോൾ നമ്മളതിന് ചുരുക്കി എഴുതി അതിൻ്റെ കോളം വൈസ് എഴുതി x1 s2 s1 s2 s3 a1 xb എന്ന് പറയുന്ന കോളം എഴുതി. അപ്പോൾ x1 എന്ന് പറയുന്നത് താഴെ എഴുതും 2 4 1, x2 1 -1 0, s1 0 s1 1 0 0, അടുത്തത് s2 0 1 0, s3 0 0 -1. സോ A1 0 0 1, കാരണം ഒറ്റൊന്നിലേ A1 ഉള്ളൂ അല്ലേ. ആദ്യത്തിലില്ല, സെക്കൻഡ് കൺസ്ട്രെയിൻസ് ഇല്ല, തേർഡ് കൺസ്ട്രെയിൻസിൽ A1 ഉള്ളൂ. അപ്പോൾ അവിടെയൊക്കെ 0 0 കൊടുക്കും, A1 കൊടുക്കും. XB എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം വാല്യൂ ആണ് 40 20 30. അടുത്ത നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് സെറ്റ് ചെയ്യും. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മാക്സിമൈസ് ആണ്. മാക്സിമൈസ് ആകുമ്പോൾ A1-ന് -m ആണ് വാല്യൂ കൊടുക്കുക. പഠിച്ചല്ലേ, മാക്സിമൈസ് ആകുമ്പോൾ A1-ന് -m ആണ് വാല്യൂ കൊടുക്കുക. സോ എഴുതാം Z is equal to 10x1 plus 15x2 plus 0s1 plus 0s2 plus 0s3 minus ma1. മൈനസ് ആണ്, -ma1. അതൊന്നും കൂടി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ നമ്മൾ വേറൊന്നും ചെയ്യേണ്ട, ഇനീഷ്യൽ സിംപ്ലക്സ് മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ B C XB x1 x2 s1 s2 s3 a1 ഒറ്റൊന്നേ ഉള്ളൂ. തീറ്റ വാല്യൂ കൊടുക്കും. സോ എൻട്രി ചെയ്യുക S1 S2 A1, കാരണം A1 A2 A3 ഇല്ലല്ലോ. അപ്പോൾ S1 S2 A1 കൊടുക്കാം. സിയുടെ വാല്യൂ S1 S2 0 ആയിരിക്കും. A1-ന്റെ വാല്യൂ -m ആണ്. സോ XB 40 20 30 ഇതൊക്കെ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല, ഇതുവരെയുള്ള പ്രോബ്ലം ചെയ്ത പോലെ. x1-ന്റെ വാല്യൂ ഇത് അവിടെ എഴുതിയിട്ടുണ്ട് 2 4 1, x2-ന്റെ വാല്യൂ 1 -1 0, S1 1 0 0, S2 0 1 0, S3 0 0 -1, A1 0 0 1. ഇത്രയാണുള്ളത്. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് x1-ഉം x2-ഉം വെച്ചിട്ട് ഏറ്റവും മാക്സിമൈസ് അല്ലേ നമ്മുടെ ഫംഗ്ഷൻ, മാക്സിമം വാല്യൂ ഏതാണെന്ന് നോക്കും. അപ്പോൾ x1-ൽ 3 വാല്യൂ ഉണ്ട്, 2 4 1. അതിൻ്റെ അകത്ത് മാക്സിമം വാല്യൂ 4 ആണ്. അപ്പോൾ നമ്മളവിടെ 4 കീ എലിമെൻ്റ് ആക്കി എടുക്കും. അതുകൊണ്ട് തന്നെ തീറ്റ ഈസ് ഈക്വൽ ടു XB ഡിവൈഡ് ബൈ x1. അപ്പോൾ 40 ഡിവൈഡ് ബൈ 2 20, അടുത്ത റോയിൽ 20 ഡിവൈഡ് ബൈ 4 5, 30 ഡിവൈഡ് ബൈ 1 30. അപ്പോൾ അതിൻ്റെ അകത്ത് മാക്സിമം ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് മിനിമം കൺസ്ട്രെയിൻസ് എടുക്കും. സോ മിനിമം തീറ്റ എടുക്കും. മിനിമം തീറ്റ 5 ആണ്. 5 നമ്മൾ എയറോട്ട് കൊടുക്കും. അതുപോലെ അടുത്ത CJ കാണും. CJ കാണാൻ എങ്ങനെയാണ്? CJ എന്ന് പറയുന്നത് നമ്മളെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. x1 10, x2 15, s1 0, s2 0, s3 0, a1 -m. ZJ കാണും. ZJ കാണുന്നത് ഞാൻ പറയുന്നില്ല, കുറേ നമ്മൾ പറഞ്ഞതാണ്. ZJ -m, x1 -m, x2 0, s1 0, s2 0, s3 m, a1 -m. ഇനി നമുക്ക് ഇൻഡെക്സ് കാണാം. CJ - ZJ 10 + m അല്ലേ. ഇതിൻ്റെ ഇൻഡെക്സ് കാണാം. CJ - ZJ 10 + m, കാരണം 10 - m എന്ന് പറയുമ്പോൾ 10 + m ആവും. 15 - 0 15, 0 - 0 0, 0 - 0 0, 0 - -m എന്ന് പറയുമ്പോൾ -m, -m - m 0. അപ്പോൾ ഇൻഡെക്സ് CJ - ZJ അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് x1 10 + m, x2 15, s1 0, s2 0, s3 -m, a1 0. സോ x1 ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ അതിനകത്ത് ഏറ്റവും പോസിറ്റീവ് വാല്യൂ എന്ന് പറയുന്നത്, വലിയ പോസിറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് മാക്സിമൈസ് കൊണ്ട് പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ 10 + m ആണ്. 10 + m എന്ന് പറഞ്ഞാൽ x1 ആണ്. സോ x1 ഇൻകമിങ് ഫാക്ടർ കീ എലിമെൻറ്റ് 4. സോ നമ്മളതിന് ഓരോന്നിൻ്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. സോ നെക്സ്റ്റ് സെക്കൻഡ് ടേബിൾ, ബാക്കിയൊന്നും ഞാൻ എഴുതിയില്ലേ, നമ്മൾ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ അതിൻ്റെ റഫ് ടേബിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. B C XB x1 S2 S3 A1 നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. A1. അപ്പോൾ തീറ്റ ഇത്രയും കോളം. അടുത്തത് x1 S2-ന് പകരം എന്ത് കൊടുത്ത്? S1, കാരണം S2 ഒഴിവാക്കി നമ്മൾ S1 കൊടുക്കുകയാണ്. x1 എന്ന് പറയുന്ന ഇൻകമിങ് ഫാക്ടർ ആയതുകൊണ്ട്. സോ B എന്ന് പറയുന്ന കോളത്തിൽ S1 x1 A1 വരും. സിയുടെ വാല്യൂ 0 10 -m. അപ്പോൾ XBയുടെ വാല്യൂ 30 എന്ന് പറയുന്നത് അവിടെ അറിയാലോ, 20 + 10 30 വരും. x1-ന്റെ വാല്യൂ
5 x1ന്റെ വാല്യൂ 5 വരുന്ന 30 വാല്യൂവിൻ്റെ അകത്തുനിന്നും നമുക്ക് നേരത്തെ കിട്ടിയ മിനിമം വാല്യൂ ഇല്ലേ 5 തീറ്റ ആ 5 മൈനസ് ചെയ്യുമ്പോൾ അവിടെ ആ മിനിമം വാല്യൂ 5 തന്നെ x1 എന്ന് പറയുന്നത് തീറ്റ വാല്യൂ കഴിഞ്ഞ സിമ്പിൾ ഇനീഷ്യൽ ടാബിളിൽ 5 കിട്ടും. a1 എന്ന് പറയുന്നത് 30 എന്ന് പറയുന്ന വാല്യൂവിൻ്റെ അകത്തുനിന്നും 5 എന്ത് മൈനസ് ചെയ്യും തീറ്റ വാല്യൂ മൈനസ് ചെയ്ത് 25 കിട്ടും. അതൊക്കെ അറിയാലോ. സോ x1ന്റെ വാല്യൂ നമ്മൾ മാറ്റും. കാരണം x1 വാല്യൂ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് 0ലേക്കും 1ലേക്കും കൺവേർട്ട് ചെയ്യണം. സോ 0 1 0 മാറ്റും. x2 വാല്യൂ മാറ്റും 3/2 മൈനസ് 1/4 1/4. s1 1 0 0. s2 നമ്മൾ ചേഞ്ച് ചെയ്യും. എല്ലാത്തിനും അതിന് മിനിമം അതിന് മാക്സിമം വാല്യൂ കൊണ്ട് ചെയ്യണമല്ലോ. മൈനസ് 1/2 1/4 മൈനസ് 1/4 എങ്ങനെ വന്ന് ഞാൻ പറയുന്നില്ലേ, നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. s3 0 0 മൈനസ് 1 a1 0 0 1 തീറ്റ അതിൻ്റെ നമ്മളെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് x2 ആണ്. ഇപ്പം x2 xb ഡിവൈഡ് ബൈ x2 30 ഡിവൈഡ് ബൈ 3/2 20 5 ഡിവൈഡ് ബൈ മൈനസ് 1/4 20 25 മൈനസ് 20 25 ഡിവൈഡ് ബൈ 1/4 100. CJ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇത് ശരിക്കും പറഞ്ഞാൽ പ്രൈമറി ഫസ്റ്റ് സ്റ്റെപ്പേ ടീച്ചർ പറഞ്ഞു കൊടുക്കാറുള്ളൂ സാധാരണ. കാരണം അതിൻ്റെ ആ സ്റ്റാർട്ടിങ് ഇൻഫീസിബിൾ സൊല്യൂഷൻ എങ്ങനെയാവുന്നു എന്ന് മാത്രമേ പറയുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. x1 CJ 10 x2 CJ 15 s1 0 s2 0 s3 എന്ന് പറയുന്ന വാല്യൂ 0 m അല്ലേ സോറി 0 ആണ് വരിക 0 ആണ് സോറി m അല്ല അവിടെ വരിക s3 0 a1 മൈനസ് m zj 10 x2 വരുന്ന zj മൈനസ് 10 ഡിവൈഡ് ബൈ 4 മൈനസ് 1/4 m 0 s2 വരുന്ന 10 ഡിവൈഡ് ബൈ 4 പ്ലസ് 1/4 m s3 m 0 മൈനസ് m എന്ന് പറയുമ്പോൾ അവിടെ വാല്യൂ വേണ്ടത് m ആണ് വരേണ്ടത്. സോ a1 മൈനസ് m cj മൈനസ് zj ഇൻഡെക്സ് x1 0 x2 15 പ്ലസ് 1/4 m s1 0 s2 മൈനസ് 10/4 മൈനസ് 1/4 m s3 മൈനസ് m a1 0. ഇനി തേർഡ് ടാബിൾ. അപ്പോൾ ഇവിടെ ഏതാണ് ഇൻകമിങ് ഫാക്ടർ x2 ആണ് 3/2 ആണ് വരിക. അതിൻ്റെ കീ എലിമെന്റ് 3/2 അവിടെ മാർക്ക് ചെയ്യാൻ മറന്നുപോയി സോറി. അപ്പോൾ സെക്കൻഡ് സിംപ്ലക്സ് ടാബിളിലെ ഇൻകമിങ് ഫാക്ടർ എന്ന് പറയുന്നത് x2 ആണ്. കാരണം 15 പ്ലസ് 1/4 m ഏറ്റവും മാക്സിമം വാല്യൂ അതാണ്. സോ 15 പ്ലസ് 1/4 m എന്ന് പറയുന്നത് x2 എന്ന് പറയുന്ന കോളമാണ്. സോ x2 ഇൻകമിങ് ഫാക്ടർ ആണ്. നമ്മൾ അടുത്ത തേർഡ് സിംപ്ലക്സ് ടാബിൾ വരക്കും x2 x1 a1. കാരണം s1 പോയി x2 വരും. x2 x1 a1 തേർഡ് സിംപ്ലക്സ് ടേബിൾ കോളം ബി സി എക്സ് ബി x1 x2 s1 s2 s3 a1 നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഫീസിബിൾ സൊല്യൂഷൻ അല്ലാത്തത്. നോ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫീസിബിൾ സൊല്യൂഷൻ ആയതിന് മാത്രമേ a1നെ a2നെ ഒഴിവാക്കിക്കൊണ്ട് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റൂ. ഇതിവിടെ ഫീസിബിൾ സൊല്യൂഷൻ അല്ലാത്ത നോ ഫീസിബിൾ സൊല്യൂഷൻ അല്ലെ ഇൻഫീസിബിൾ സൊല്യൂഷൻ എന്ന ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ a1ഉം a2ഉം നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. അപ്പോൾ ഇവിടെ a1 ഉള്ളൂ, അത് ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. അതിനാണ് ഇൻഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ സാധാരണ ചെയ്യുമ്പോൾ തന്നെ ബി x2 x1 a1 സി 15 10 മൈനസ് m എക്സ് ബി 20 10 20 x1 0 1 0. ഇനി നമ്മൾ x2 ഇവിടെ ഇപ്പോൾ x2 അല്ലേ കിട്ടിയത് സെക്കൻഡ് ടേബിൾ. x2നെ നമ്മൾ 0 1 ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ x2 മാറ്റുക 1 0 0 എന്നുള്ള ഫോമിൽ മാറും. s1 മാറും 2/3 1/6 മൈനസ് 1/6 s2 മൈനസ് 1/3 1/6 മൈനസ് 1/6 s3 0 0 മൈനസ് 1 a1 0 0 മൈനസ് സോറി 1. ഞാൻ എങ്ങനെയാണ് s1 s2 വന്ന് ചെയ്തിട്ടില്ലേ എനിക്കറിയാലോ. നമ്മൾ ചെയ്തത് ആദ്യത്തെ കുറേ 3-4 പ്രോബ്ലത്തിൽ കൃത്യമായി ചെയ്തതാണ്. ആ ഒരു മെത്തേഡിലൂടെ ചെയ്താൽ മാത്രമേ s1 s2 ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ എക്സ് ബിയും CJ 10 15 0 0 0 മൈനസ് m ZJ 10 15 70 ഡിവൈഡ് ബൈ 6 പ്ലസ് 1/6 m s2 കുളത്തിൽ മൈനസ് 20 ഡിവൈഡ് ബൈ 6 പ്ലസ് 1/6 m മൈനസ് m. ഇനി CJ മൈനസ് ZJ x1 0 x2 0 s1 മൈനസ് 70 ഡിവൈഡ് ബൈ 6 മൈനസ് 1/6 m s2 20 ഡിവൈഡ് ബൈ 6 മൈനസ് 1/6 m s3 മൈനസ് m a1 0. അടുത്ത വാല്യൂ 0 ഓർ നെഗറ്റീവ്. വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന എന്താ 0 അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലേ. ബട്ട് ആൻ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഈസ് പ്രസന്റ്. ആർട്ടിഫിഷ്യൽ വേരിയബിൾ പോയോ a1 എന്ന് പറഞ്ഞാൽ പോയോ ഇല്ല, a1 പ്രസന്റ് ആണ്.
സോ വേരിയബിൾ, ഹെൻസ് ദ പ്രോബ്ലം ഹാസ് നോ ഫീസിബിൾ സൊല്യൂഷൻ. അതുകൊണ്ട് നമുക്ക് പ്രോബ്ലത്തിൽ ഒരിക്കലും എന്ത് കണ്ടെത്താൻ പറ്റില്ല? കറക്റ്റ് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല. ഫീസിബിൾ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത പ്രോബ്ലം എന്ന് പറയുന്നത് സെഡ് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കേസാണ്. ഒന്നുമില്ല, സിമ്പിളാണ്. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ നോക്കാം. നോ ഫീസിബിൾ സൊല്യൂഷൻ എന്നാണെങ്കിൽ ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ 2-3 സ്റ്റെപ്പ് മാത്രം ചെയ്ത് നോക്കാം. ഇപ്പോൾ A1 എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഈ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. കാരണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ വരും. അപ്പോൾ നമ്മൾ കൺസ്ട്രെയിൻസ് ഉണ്ടാക്കുക. 2x1 plus x2 plus s1 is equal to 40. 4x1 minus x2 plus s2 is equal to 20. x1 plus 0x2 minus s3 plus a1 is equal to 30. ഇനി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാക്കുക. മാക്സിമൈസ് z 10x plus x1 plus 15x2 plus 0s1 plus 0s2 plus 0s3 minus m a1. കാരണം മാക്സിമൈസ് ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് മൈനസ് m ആണ് ഇടുക. എന്നിട്ട് നമ്മൾ ഒന്നാമത്തെ ടേബിൾ വരച്ച് സാധാരണ ചെയ്യുന്ന പോലെ എന്നിട്ട് x1 ഇൻകമിങ് ഫാക്ടറായി കീ എലിമെന്റ് 4 കണ്ടെത്തി അതിനെക്കുറിച്ച് ഡിവൈഡ് ചെയ്യും. ദെൻ സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ വരക്കും. എന്നിട്ട് അവിടെയും x1 എന്ന് പറയുന്ന നേരത്തെ x1 കീ എലിമെന്റ്സ് കണ്ടെത്തിയതുകൊണ്ട് x1ന്റെ വാല്യൂ 0 1 0 ആക്കും. നെക്സ്റ്റ് സെക്കൻഡ് സിംപ്ലക്സ് ടേബിളിൽ x2 ആണ് ഇൻകമിങ് ഫാക്ടർ കണ്ടെത്തി. അപ്പോൾ x2ന്റെ വാല്യൂ 1 0 0 എന്നുള്ള വാല്യൂയിലേക്ക് മാറ്റും. എന്നിട്ട് തേർഡ് സിംപ്ലക്സ് ടേബിൾ വരക്കും. അവിടെയും ലാസ്റ്റ് തേർഡ് സിംപ്ലക്സ് ടേബിൾ വരയ്ക്കുമ്പോൾ നമുക്കറിയാം x1 x2 a1 വന്ന് ആ ഒരു കോളത്തിൽ. അപ്പം നമുക്കറിയാം അവിടെ ഇനിയും ചെയ്യാൻ പറ്റില്ല. കാരണം ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തത് അവിടെ ഫീസിബിൾ സൊല്യൂഷൻ അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് തേർഡ് സിംപ്ലക്സ് ടേബിളിൻ്റെ വാല്യൂ 0ഉം നെഗറ്റീവും കിട്ടും. പക്ഷേ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഈസ് പ്രസൻറ്റ്. ആർട്ടിഫിഷ്യൽ വേരിയബിൾ അവിടെ തന്നെയുണ്ട്. സോ പ്രോബ്ലം ഹാസ് നോ ഫീസിബിൾ സൊല്യൂഷൻ. സെഡ് വാല്യൂ കാണാൻ പറ്റില്ല എന്നർത്ഥം. ക്ലിയർ ആയോ? ഇതാണ് ഫീസിബിൾ സൊല്യൂഷൻ. ബാക്കിയൊക്കെ സെയിം. ദ നെക്സ്റ്റ് കൺസെപ്റ്റ് മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ. Multiple optimal solution. Objective function must be parallel to a constraint that define the boundary of a feasible region. All basic variables in Cj minus Zj are 0 and non-basic variable did not have 0 values. If a non-basic variable in the optimal solution has a 0 value in the index row, then it has no unique optimal solution. It is a multiple solution. Multiple optimal solution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാല്യൂസിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മസ്റ്റ് ബി പാരലൽ ടു എ കൺസ്ട്രെയിൻസ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൺസ്ട്രെയിൻസിന് പാരലൽ ആയിട്ട് നിൽക്കുക. അങ്ങനെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് കൺസ്ട്രെയിൻസിന് ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ പാരലൽ ആയിട്ടോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് കൺസ്ട്രെയിൻസിന് കറക്റ്റ് ആയിട്ട് നിർത്തുക. അപ്പോൾ ആ ഒരു ബൗണ്ടറി സൊല്യൂഷൻസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് കൺസ്ട്രെയിൻസിന് ഈക്വൽ ആവുമ്പോൾ അതിൻ്റെ ബൗണ്ടറി ഓഫ് ദ ഫീസിബിൾ റീജിയൻ ആണ്. ഓൾ ബേസിക് വേരിയബിൾ. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പാരലൽ ഇൻ ടു കൺസ്ട്രെയിൻസിന് പാരലലായി നിൽക്കും. അപ്പോൾ ബൗണ്ടറി ഓഫ് ഫീസിബിൾ റീജിയൻസ് നമുക്ക് അതിൻ്റെ ബൗണ്ടറി ഫീസിബിൾ റീജിയൻ്റെ ബൗണ്ടറി നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓൾ ബേസിക്കൽ വേരിയബിൾസ് അതിൻ്റെ ബേസിക്കൽ വേരിയബിൾസ് ആയ Cj മൈനസ് Sj നമ്മൾ ഇൻഡെക്സ് കാണുന്നില്ലേ, അതെന്താണ് 0 ആവും. അതുപോലെ തന്നെ നോൺ ബേസിക്കൽ വേരിയബിൾസ് അതിനെ ബേസ് ചെയ്യാത്ത മറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ S1ഉം S2 പോലെയുള്ള മറ്റുള്ള വേരിയബിൾസ് ഡിഡ് നോട്ട് ഹാവ് 0 വാല്യൂ. അതിൻ്റെ വാല്യൂ എന്താവണമെന്നില്ല, 0 വാല്യൂ ആവണമെന്നില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഇഫ് എ നോൺ ബേസിക് വേരിയബിൾ ഇൻ ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഹാസ് എ 0 വാല്യൂ ഇൻ ദ ഇൻഡെക്സ് റോ, നോൺ ബേസിക് ആയിട്ടുള്ള വേരിയബിൾ 0 വാല്യൂ ഇൻഡെക്സ് റോയിലാവുമ്പോൾ ദെൻ ഹാസ് നോ യുണീക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ. നമുക്ക് യുണീക്ക് ആയിട്ടുള്ള എല്ലാ വേരിയബിൾസിനും ഒരുപോലെയുള്ള ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടില്ല. അപ്പം അങ്ങനെ കിട്ടാത്ത സമയത്ത് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ സൊല്യൂഷൻ. അപ്പോൾ ഒന്ന് കൂടുതൽ സൊല്യൂഷൻ. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ്സ് ഒരു കൺസ്ട്രെയിൻസിനെ ബേസ് അല്ലെ 2 കൺസ്ട്രെയിൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ ഒറ്റയടിക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് അതിനകത്ത് യൂസ് ചെയ്യും. അതിനാണ് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കൺസെപ്റ്റാണ്, ഇത് അടുത്ത പ്രോബ്ലത്തിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ തിയറി പറഞ്ഞുതരാം. 2 ഫേസ് മെത്തേഡ് LPPയിൽ, സിംപ്ലക്സ് മെത്തേഡിൽ, ബിഗ് ബാങ് M മെത്തേഡിൽ
two-phase method ഉണ്ട്, രണ്ട് ഫേസ് മെത്തേഡ്. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആർ എലിമിനേറ്റഡ് ഫ്രം ദ ബേസിസ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം പോലെ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആയ A1ഉം A23യും A1നെയും A2നെയും A3നെയും അതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന് ഓരോ സിംപ്ലക്സ് സ്റ്റെപ്പിലൂടെ ഓരോ ടാബിളിലൂടെ ഫസ്റ്റ് സിംപ്ലക്സ് ടാബിളിലൂടെ ഇനീഷ്യൽ സിംപ്ലക്സ് ടാബിളിൽ A1ഉം A2 എൻട്രി ചെയ്യുക, ഒരു എക്സാമ്പിളാണ്. സെക്കൻഡ് സിംപ്ലക്സ് ടാബിളിലൂടെ A1നെ കട്ട് ചെയ്യുക, എന്നിട്ട് തേർഡ് സിംപ്ലക്സ് ടാബിളിലൂടെ A2നെ കട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ എത്തുന്ന മെത്തേഡില്ലേ, ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഫേസ് മെത്തേഡ്. അല്ലെങ്കിൽ ടു ഫേസ് മെത്തേഡിൽ രണ്ട് ഫേസ് ഉണ്ട്. ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആർ എലിമിനേറ്റഡ് ഫ്രം ദ ബേസിസിൽ നിന്ന് ആർട്ടിഫിഷ്യൽ വേരിയബിൾസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യും. സെക്കൻഡ്, നോ ഒപ്റ്റെയിൻ ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ, നോ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻസ് നമുക്ക് ടു ഒപ്റ്റെയിൻ ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ, ആദ്യം തന്നെ ഒരു ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ കാണുകയാണ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഇല്ലാതെ തന്നെ നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ. നമ്മൾ സിംപ്ലക്സ് മെത്തേഡിൽ ഫസ്റ്റ് പഠിച്ചില്ലേ, ഓർമ്മയില്ലേ? സിംപ്ലക്സ് മെത്തേഡിൽ ഫസ്റ്റ് പഠിച്ചത് ആർട്ടിഫിഷ്യൽ വേരിയബിൾ A1 A2 ഒന്നും ഇല്ലാതെ വെറും സിമ്പിൾ ആയിട്ടുള്ള ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിളും സെക്കൻഡ് ഇൻഡെക്സ് ടേബിളും തേർഡ് ഇൻഡെക്സ് ടേബിളും ഒക്കെ വരച്ചിട്ട് നമ്മൾ സീറോ വാല്യൂവിലേക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂവിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂവിലേക്ക് നമ്മളെ ഒബ്ജക്റ്റീവ്സിനെ എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു വാല്യൂവിലേക്ക് ടേബിൾ എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ A1 A2 ഒന്നും എൻട്രി ചെയ്യാതെ നമ്മൾ പ്രോബ്ലം ചെയ്തില്ലേ ആദ്യം, കഴിഞ്ഞ കുറേ 2-3-5-8 ക്ലാസ് മുന്നേ. ആ ഒരു കൺസെപ്റ്റിനെയാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. ടു ഒപ്റ്റെയിൻ ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ. ഒപ്റ്റിമം ഫീസിബിൾ സൊല്യൂഷൻ കണ്ടെത്തും എന്തില്ലാതെ? നോ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. എലിമിനേറ്റ് A1 A2 ഒന്നും ഇല്ലാതെ നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇല്ലാതെ ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു LPPയുടെ സിംപ്ലക്സ് മെത്തേഡിൽ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നാമത്തത് നമുക്ക് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഉണ്ടാക്കിയിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ് ചെയ്യും. രണ്ടാമത്തത് ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷന് വേണ്ടി ആർട്ടിഫിഷ്യൽ സൊല്യൂഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ മുന്നേ ഫസ്റ്റ് സിംപ്ലക്സ് മെത്തേഡിൻ്റെ ഒക്കെ പ്രോബ്ലം പറഞ്ഞതുപോലെ ചെയ്യാം. ഈ രണ്ട് ഫേസ് മെത്തേഡിലും നമുക്ക് ചെയ്യാം. വേണമെങ്കിൽ രണ്ട് ഫേസ് മെത്തേഡും ഒരു പ്രോബ്ലത്തിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനാണ് ടു ഫേസ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. മാക്സിമൈസ് Z is equal to 8x1 plus 16x2 subject to x1 plus x2 less than or equal to 200, 3x1 plus 6x2 less than or is equal to 900, x2 less than or is equal to 125, x1, x2 greater than or is equal to 0. സിമ്പിൾ ആണ്, കാരണം എല്ലാം ഒരേ കൺസ്ട്രെയിൻസ് ആണ്. നോക്കൂ, മാക്സിമൈസ് Z is equal to 8x1 plus 16x2. Constraints of x1 plus x2 less than or is equal to 200. 3x1 plus 6x2 less than or is equal to 900. x2 is equal to 125. അപ്പോൾ 3 കൺസ്ട്രെയിൻസ് ഉണ്ട്. 3 കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ആണ്. അപ്പോൾ മിക്സഡ് വേരിയബിൾസ് ഒന്നുമല്ല, സാധാരണ ചെയ്യുമ്പോൾ വേഗം ചെയ്യാം. അപ്പോൾ അവിടെ എന്ത് മാത്രമേ വേണ്ടൂ? സ്ലാക്ക് വേരിയബിൾസിന് വേണ്ടൂ. സൊല്യൂഷൻ നോക്കൂ. ആഡ് സ്ലാക്ക് വേരിയബിൾസ് ഇൻ ദ കൺസ്ട്രെയിൻസ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു ഇക്വാലിറ്റീസ്. ഇക്വേഷനെ ഇക്വാലിറ്റിയിലേക്ക് മാറ്റാം. എന്ത് മാത്രമേ വേണ്ടൂ? ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് വേണോ? ഇല്ല. ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് വേണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട. സോ ഇക്വേഷനെ സ്ലാക്ക് വേരിയബിൾസ് മാത്രം എഴുതാം. x1 പ്ലസ് എന്നിട്ട് ഇക്വേഷൻ ഇക്വാലിറ്റി ആക്കാം. ഈസിയാണ് ഈ പ്രോബ്ലം. x1 പ്ലസ് x2 പ്ലസ് s1 ഈസ് ഈക്വൽ ടു 200. അടുത്തത് 3x1 പ്ലസ് 6x2 പ്ലസ് s2 ഈസ് ഈക്വൽ ടു 900. അടുത്തത് s2 പ്ലസ് s3, കാരണം 0x1 എന്ന് വേണമെങ്കിൽ എഴുതാം. 0x1 പ്ലസ് അങ്ങനെ എഴുതിക്കോ നിങ്ങൾ, സംശയം വേണ്ട. 0x1 പ്ലസ് x2 പ്ലസ് s3 ഈസ് ഈക്വൽ ടു 125. x1 s2 s1 s2 s3 ഈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അടുത്തത് എന്താ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ റീറൈറ്റ് ചെയ്യാം. മാക്സിമൈസ് Z ഈസ് ഈക്വൽ ടു 8x1 പ്ലസ് 16x2 പ്ലസ് 0s1 പ്ലസ് 0s2 പ്ലസ് 0s3. A1 A2 ഇല്ലല്ലോ, സ്ലാക്ക് വേരിയബിൾ ആയതുകൊണ്ട്. സോ x1 കോളം വൈസ് എഴുതണം. 1 3 0. x2 എങ്ങനെ എഴുതാം? 1 6 1. s1 1 0 0, s2 0 1 0, s3 0 0 1, xb 200 900 125. ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ ഒന്ന് സ്പീഡ് പറയണേ, അറിയുന്ന സാധനം തന്നെ. s1 s2 s3 കൊടുക്കും. b c xb x1 s2 s1 s2 s3. സിയുടെ വാല്യൂ s1 s2 s3ൻ്റെ എത്രയാ? 0 0 0. xb 200 900 125. x1 ഇവിടെ എഴുതിയിട്ടുണ്ട് 1
0, x2 161, s1 100, s2 010, s3 001. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വാല്യൂ നോക്കുമ്പോൾ മിനിമൈസ് ദ വാല്യൂ ആണ്, S3 ആണ് മിനിമൈസ് ദ. അപ്പോൾ അവിടെ S3 അല്ലേ ഏറ്റവും ഇതിനകത്ത് ചെറിയ എന്ന് പറഞ്ഞാൽ S3 ആണ് അതിൻ്റെ മിനിമം വാല്യൂ. S3ൻ്റെ ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ S3യിലെ x2ലെ മൂന്നാമത്തെ എലിമെൻ്റായ S3 1 നമ്മൾ എലിമെൻ്റ് എടുക്കും. സോ അവിടെ വാല്യൂ അല്ലെങ്കിൽ വാല്യൂ കണ്ടിട്ട് ചെയ്താലും മതി. എന്നിട്ട് CJ കാണും 8, 16, 0, 0, 0. ZJ കാണും 0, 0, 0, 0 ആണ്. എല്ലാത്തിനും 0 കൊണ്ട് വിളിക്കുമ്പോൾ 0 വരും. കാരണം C കോളം 0 ആകുമ്പോൾ ടീച്ചർ മുന്നേ പറഞ്ഞിട്ടുണ്ടാവും ZJ എപ്പോഴും എന്തായിരിക്കും 0 ആയിരിക്കും. സോ ഇൻഡെക്സ് 8, 16, 0, 0, 0. അപ്പോൾ നമുക്ക് കിട്ടും അതിൻ്റെ അകത്ത് മാക്സിമൈസ് അല്ലേ നമ്മൾ ഒബ്ജക്റ്റീവ്, മാക്സിമം വാല്യൂ 16 ആണ് ഇൻഡെക്സിൽ. അപ്പോൾ x2 എന്തെടുക്കാം, ഇൻകമിങ് ഫാക്ടർ ആയിട്ട് എടുക്കാം. x2ലെ മിനിമം വാല്യൂ 1 നമ്മൾ കീ എലിമെന്റ് ആയിട്ട് എടുത്ത്. ഇനി തീറ്റ കാണാം. തീറ്റ x2 നമ്മൾ ഇൻകമിങ് ഫാക്ടർ ആയതുകൊണ്ട് തീറ്റ ഈസ് ഈക്വൽ ടു xb ഡിവൈഡ് ബൈ x2. സോ 200 divided by 1 200, 900 divided by 6 150, 125 divided by 1 125. ഇനി നമുക്ക് എന്താ, ഇനീഷ്യൽ സിംപ്ലക്സ് ടാബിൾ x2 is the incoming factor. അതൊന്ന് പറയണ്ടല്ലോ. S3 is the outgoing factor. S3നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒഴിവാക്കാണ്. കാരണം S3 ഔട്ട്ഗോയിങ് ഫാക്ടർ ആണ് ഈ മൾട്ടിപ്പിൾ സൊല്യൂഷന്റെ പ്രത്യേകതയും. സോ കീ ഫാക്ടർ ഈസ് 1. x2 നമ്മൾ ഫാക്ടർ മാറ്റി, x2നെ 0 എലിമെന്റ് അല്ലെ 1 എലിമെന്റിലേക്ക് മാറ്റി 0 0 1 ആക്കി. ഇൻ ദ സെക്കൻഡ് സിംപ്ലക്സ് ടാബിൾ x1 ഈസ് ദ ഇൻകമിംഗ് ഫാക്ടർ, s2 ഈസ് ദ ഔട്ട്ഗോയിങ് ഫാക്ടർ. x2 ആണ് ഇൻകമിംഗ് ഫാക്ടർ, x1 അല്ല. അവിടെ എഴുതിയാൽ മിസ്റ്റേക്ക് ഉണ്ട്. x2 ഈസ് ദ x1 അല്ലേ, x1 എഴുതുന്നിടത്ത് x2 ആക്കി. x2 ഈസ് ദ ഇൻകമിംഗ് ഫാക്ടർ ആൻഡ് s2 ഈസ് ദ ഔട്ട്ഗോയിങ് ഫാക്ടർ. നമ്മൾ s2 ഔട്ട്ഗോയിങ് ഫാക്ടർ ആക്കി മാറ്റി. അപ്പോൾ ഇവിടെ വാല്യൂവിൽ ചേഞ്ചസ് വന്ന് സെക്കൻഡ് സിംപ്ലക്സ് ടാബിൾ s1 s2 s3. അപ്പോൾ s3യെ നമ്മൾ ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. സെക്കൻഡ് സിംപ്ലക്സ് ടാബിളിലേക്ക് വരുമ്പോൾ x2 ഇൻകമിംഗ് ഫാക്ടറും x3 ഔട്ട്ഗോയിങ് ഫാക്ടറും x3 പോയി. അപ്പോൾ s1 s2 വന്ന് s1 s2 x2 വന്ന്. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ഇതുപോലെ B C XB X1 X2 S1 S2 S3 തീറ്റ ഇത്രയും കോളം വരക്കും. x1ലും s2 x3 അറിയാം. s1 s2 C കോളം 0, x2 16 വരും. XB എന്ന് പറയുന്നത് 75. എങ്ങനെയാണ് വന്നത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 200 മൈനസ് 125. നേരത്തെ വാല്യൂ 125 ആയിരുന്നു, 75. അടുത്ത കോളത്തിൽ ആദ്യം തന്നെ വാല്യൂ വരും 150. x2 125 അങ്ങനെ തന്നെ വരും. x1ന്റെ വാല്യൂ 130, x0 നമ്മൾ 0 വാല്യൂവിലേക്ക് മാറ്റി 001 ആക്കി. s1 മാറ്റമൊന്നുമില്ല 100, s2 010, s3 -1 -6 അവിടെ മാറ്റും. s3 ഔട്ട്ഗോയിങ് ആയില്ലേ, പോയപ്പോൾ ഇതിൻ്റെ കൂടെ ചേർന്ന്. ഓക്കെ, പോയ വാല്യൂ ഇങ്ങോട്ടേക്ക് വന്നു, അത്രയേ ഉള്ളൂ. -1 -6 എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? s3 എന്ന് പറയുന്ന വാല്യൂ അങ്ങോട്ട് പോയി. അപ്പോൾ അതിനെ എന്ത് ചെയ്യാണ്, ഓരോ കീ എലിമെന്റ് കൊണ്ടും ഡിവൈഡ് ചെയ്തിട്ട് 16 അല്ലേ ഇവിടുത്തെ വാല്യൂ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് അവിടെ വാല്യൂ കിട്ടുന്നത് -1 -6 1 വരും. സോ CJ 8 16 0 0, ZJ 0 16 0 0 16, ZJ 16 വരും. ഇനി നമുക്ക് ഇൻഡെക്സ് കാണാം. സോ 8 0 0 0 -16 വരും. ഇനി നമുക്ക് തീറ്റ ഈസ് ഈക്വൽ ടു XB ഡിവൈഡ് ബൈ x1. x1 ആണ് ഇവിടെ എന്ത് വരുന്നത്, മാക്സിമം വാല്യൂ 8 ആണ്. 8 ആയതുകൊണ്ട് x1ന് നമ്മൾ ഇൻകമിംഗ് ഫാക്ടറായി കൺസിഡർ ചെയ്ത്. സോ തീറ്റ ഈസ് ഈക്വൽ ടു XB ഡിവൈഡ് ബൈ x1. 75 ഡിവൈഡ് ബൈ 1 75, 150 ഡിവൈഡ് ബൈ 3 50, 125 ഡിവൈഡ് ബൈ 0. അപ്പോൾ നമ്മൾ 0 എഴുതി. ഇനി ഇങ്ങനെ പറയാം, സെക്കൻഡ് സിംപ്ലക്സ് ടാബിൾ x1 ഈസ് ദ ഇൻകമിംഗ് ഫാക്ടർ ആൻഡ് s2 ഈസ് ദ ഔട്ട്ഗോയിങ് ഫാക്ടർ. x1 ഇൻകമിംഗ് ഫാക്ടറും s2 ഔട്ട്ഗോയിങ് ഫാക്ടറുമായി. അങ്ങനെ നമ്മൾ തേർഡ് സിംപ്ലക്സ് ടാബിൾ എഴുതും s1 x1 x2, കാരണം s2 പോയി. അപ്പോൾ C കോളം 0, x1 8, x2 16, XB 25 എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഇവിടുത്തെ മിനിമം വാല്യൂ എത്ര, 50 അല്ലേ. സോ 75 -50 25. അടുത്ത x1ന്റെ വാല്യൂ മാറ്റമൊന്നുമില്ല, കാരണം s2 പോയില്ല. 50
ഇനി x2 എന്ന് പറയുന്നത് 125, അതിന് മാറ്റമൊന്നുമില്ല. 0 അപ്പോൾ x1 ആയിരുന്നു നേരത്തെ ഇൻകമിങ് ഫാക്ടർ, അതിനെ നമ്മൾ 0ഉം 1 എലിമെൻ്റ് ആക്കി മാറ്റുമ്പോൾ 0 1 0 വരും. സോ x2 നേരത്തെ എഴുതി തന്നെ 0 0 1. സോ S1 നേരത്തെ എഴുതി തന്നെ 1 0 0. S2 മാറും, അതിനെ ഔട്ട് ഗോയിങ് ആയപ്പോൾ അതിനെ 3 വെയ്റ്റ്സ് ഡിവൈഡ് ചെയ്യും. -1 ഡിവൈഡ് ബൈ 3, 1 മൈനസ് 1 ബൈ 3. സോ അടുത്തത് 1 ഇൻറ്റു 1 ബൈ 3 എന്ന് പറയാം, 1 ബൈ 3 വരും. ദ നെക്സ്റ്റ് 0. S3 വാല്യൂ മാറി, അതിന് പിന്നെയും നമ്മൾ 3 കൊണ്ട് ചെയ്യുമ്പോൾ S3 1 -2 1, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് CJ കിട്ടും. CJ 8 16 0 0 0. ZJ കിട്ടും. ZJ അറിയാലോ, 8 16 0, 8 ഡിവൈഡ് ബൈ 3 0. ഇൻഡെക്സ് 0 0 0. S1 വരിക, S2 വരിക -8 ഡിവൈഡ് ബൈ 3 0. സോ ഓൾ ദ വാല്യൂസ് ഓഫ് ഇൻഡെക്സ് ആർ നെഗറ്റീവ് ഓർ 0. ഇറ്റ് ഈസ് എൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ. കാരണം മാക്സിമം ഫംഗ്ഷൻ ആണ്, അവിടെ നമുക്ക് നെഗറ്റീവ് 0 കിട്ടിക്കഴിഞ്ഞാൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ്. സോ x1 ഈസ് ഈക്വൽ ടു 50, x2 ഈസ് ഈക്വൽ ടു 125. The objective function z is equal to 8 into 50 plus 16 into 125. So 2400. അപ്പോൾ നമ്മൾ സിംപ്ലക്സ് ടേബിളിൽ ബേസിക് വേരിയബിൾസ് 0 ആയാൽ കണ്ടോ, ബേസിക് വേരിയബിൾസ് എന്തായി 0 ആയി. ബേസിക് വേരിയബിൾസ് എന്ന് പറയുന്നത് എന്താ, ബേസിക് വേരിയബിൾസ് എന്ന് പറയുന്നത് x1ഉം x2ഉം x1ഉം 0 ആയി, എന്നിട്ട് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആവുന്നുണ്ട്. നോൺ ബേസിക് വേരിയബിൾ നോട്ട് 0. നോൺ ബേസിക് വേരിയബിൾ എന്ന് പറഞ്ഞാൽ S1ഉം S2ഉം S3ഉം. അപ്പോൾ S1ഉം S3ഉം 0 ആണ്, പക്ഷേ S2 എന്തായിട്ടില്ല, 0 ആയിട്ടില്ല. S2ൻ്റെ വാല്യൂ എത്രയാ, -8 ഡിവൈഡ് ബൈ 3. അപ്പോൾ ബേസിക് വേരിയബിൾ ആയിട്ടുള്ള x1ഉം x2ഉം 0 ആയി. നോൺ ബേസിക് വേരിയബിൾ ആയ S1 S2 S3 എന്ന് പറയുന്നതിൽ S2 -8 ഡിവൈഡ് ബൈ 3 എന്ന് പറയുന്ന നെഗറ്റീവ് വേരിയബിൾ ആയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോൺ ബേസിക് വേരിയബിൾസ് ആർ നോട്ട് 0. അങ്ങനെയാണെങ്കിൽ ഇഫ് നോ ബേസിക് വേരിയബിൾ ഈസ് നോട്ട് ആൻ ഒപ്റ്റിമൽ ഹാസ് എ 0 വാല്യൂ, ദെൻ ദ സൊല്യൂഷൻ ഈസ് നോട്ട് യുണീക്ക് ആൻഡ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. എല്ലാത്തിനും ഒരേ ഒപ്റ്റിമൽ സൊല്യൂഷൻ കടത്താൻ പറ്റില്ല. ദാറ്റ് മീൻസ് മൾട്ടിപ്പിൾ സൊല്യൂഷൻ വുഡ് ബി ദെയർ. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ഉപയോഗിക്കാം. അപ്പോൾ S3 ഈസ് ദ നോൺ ബേസിക് വേരിയബിൾ, ഇറ്റ്സ് വാല്യൂ ZJ ഈസ് 0. അപ്പം നമുക്കിവിടെ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് വേണമെങ്കിൽ യൂസ് ചെയ്യാന്നുള്ള കൺസ്ട്രെയിൻ. കാരണം ബേസിക് വേരിയബിൾ x1ഉം x2ഉം 0 ആവുക, നോൺ ബേസിക് വേരിയബിളായ S1ഉം S2ഉം S3യിൽ S2 നെഗറ്റീവ് വേരിയബിൾസ് ആവുകയാണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫീസിബിൾ ആവുകയാണെങ്കിൽ ഓക്കെ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും ഒപ്റ്റിമൽ സൊല്യൂഷൻ ആവും. പക്ഷേ നമ്മൾ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ 0 എലിമെൻ്റ് അല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ഉപയോഗിക്കാം. അത്രയാണ് ഇതിനകത്ത് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.